അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 21 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് 22ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലൂന സലാസതുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസതുൻ സാദിസുഹും كلبهم رجما بالغيب ويقولون 7 وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا سيقولون ഓഫാണ്, ഓഫിനെ വോ മദ്ദ് കൊടുത്ത് നീട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലാമിനെയും. ഓക്കെ, അപ്പോൾ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. സാധാരണ മദ്ദ് സയഖൂലൂന, ഓഫ് നാവിൻ്റെ മുരട് ഭാഗത്തു നിന്നും വരണം കേട്ടോ. സയഖൂലൂന സലാസതു, സൻ്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. സൻ്റെ ഉച്ചാരണം നമ്മുടെ നാവിൻ്റെയും പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിലാവണം അതിൻ്റെ ഉച്ചാരണം. സലാസതു. ഓക്കെ, തൻവീന് ശേഷം ലാമോ റോഓ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. മണിക്കരുത്, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. ഇതിന് പറയുന്ന പേര് ഇദ്ഗാം ബിലാ ഉന്ന എന്നാണ്. അതിൻ്റെ മീനിങ് മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക എന്നുള്ളതാണ്. ഓക്കെ, റോബിഉഹും, റോനെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട്. റോബിഉഹും, ഫസ്റ്റ് വന്നത് ഐനാണ്. ഫസ്റ്റ് വന്നത് ഐന്, പിന്നെ ഹ. അവിടെ രണ്ട് സ്ഥലത്തും ശ്രദ്ധിക്കണം. ഓഹും. കൽബുഹും, ഇവിടെയൊക്കെ ഹും മീമിന് സുക്കൂനുള്ളടത്ത് വ്യക്തമായിട്ട് ഉച്ചരിക്കണം കേട്ടോ. ഹും എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കുക. വയഖൂലൂന, ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. വയഖൂലൂന ഖംസതുൻ സാദിസുഹും, ഇവിടെ തെൻവീന് അല്ലേ, തെൻവീന് വന്നിരിക്കുന്നത് ഖംസത്തുൻ എന്ന്. രണ്ടും ഒരുമിച്ച് വന്നിട്ടില്ല, രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ എങ്ങനെ ഓതും? വയഖൂലൂന, വ പറയുമ്പോൾ ചുണ്ട് സർക്കിളാക്കിക്കൊണ്ട് പറയണം കേട്ടോ, വട്ടത്തിൽ. ഓക്കെ, വയഖൂലൂന ഖംസത്തുൻ എന്ന് നമ്മൾ ഓതില്ല. ഖംസത്തുൻ, നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് വേണം. അങ്ങനെ ഓതിയാൽ കറക്റ്റായിട്ട് നമുക്ക് ഓതാൻ കഴിയും കേട്ടോ. ഖംസത്തുൻ. ഓക്കെ, ഇങ്ങനെ ഓതിയ ഇഖ്ഫ ചെയ്യുക, മറച്ചു മണിച്ച് ഓതുക കേട്ടോ. സാദിസുഹും, സീനിനെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട്. സാദിസുഹും കൽബുഹും ഓതരുത് കേട്ടോ. കൽബുഹും, ഇവിടെയൊക്കെ നന്നായിട്ട് വ്യക്തമാക്കി മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. റജ്മൻ ബിൽ ഗൈബ്, റജ്മൻ അല്ല, റോ ആണ് കേട്ടോ. റോ. ഓക്കെ, റോജ്, ജീമിന് സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. റോജ്മൻ, മൻ എന്ന് പറയാതെ എന്ത് ചെയ്തു? അവിടെ മൻ എന്നുള്ള ആ നൂനിൻ്റെ ശബ്ദം അല്ലാതെ മീമിൻ്റെ ശബ്ദമാണ് വരേണ്ടത്. ഇവിടെ ഇഖ്ലാബ് എന്നാണ് ഈ നിയമത്തിന് പറയുക. നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇഖ്ലാബിൻ്റെ മീം പ്രത്യേകം നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ.
ഇവിടെ ഇഖ്ലാബാണ്. റജ്മൻ എന്ന് പറയില്ല, റജ്മം. ഓക്കെ, റജ്മം ബിൽ ഗൈബ്. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി മറിച്ച് മണിച്ച് വേണം ഓതാൻ. ഈ ഇഖ്ലാബിന് ശേഷം വരുന്ന ലെറ്റർ ബ ആയിരിക്കും, എപ്പോഴും ബ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി മറിച്ച് മണിച്ച് ഓതലാണ്, അതാണ് ഇഖ്ലാബ്. ഓക്കെ, ബിൽ ഗൈബ്, തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരം. ഓക്കെ, അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക കേട്ടോ. ബിൽ, ബിൻ്റെ കൂടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ ശബ്ദമൊന്നുമില്ല കേട്ടോ, കൂട്ടിച്ചേർത്ത് ഓതിയാൽ മതി. ബിൽ ഗൈബ്, ബിൽ ഗൈബ്. ഇവിടെ നോക്കൂ, യൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അല്ലേ, സുക്കൂന് വന്നിട്ടുണ്ട്. നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് യ സുക്കൂനായിട്ട് വന്നാൽ, യൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന ഒരു നിയമമുണ്ട്, മദ് ലീൻ എന്നാണ് പറയുക, മദ് ലീൻ. ഇവിടെ നമ്മൾ ഗൈബ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഓതിപ്പോവരുത്. ഗൈബ് എന്ന് വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട്, വളരെ മയമായിക്കൊണ്ട് രണ്ടനക്കം നീട്ടി ഓതി നിർത്തണം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് കൂട്ടിച്ചേർത്ത് ഓതുകയും ചെയ്യാം കേട്ടോ. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതാം. കൂട്ടിച്ചേർത്ത് ഓതുമ്പം ബിൽ ഗൈബി വയഖൂലൂന ഇങ്ങനെ ഓതും. നിർത്തുകയാണെങ്കിൽ നമ്മൾ ഗൈബ് എന്ന് പറഞ്ഞ് നിർത്തണം. ബന് ഫുള്ള് സുക്കൂന് കൊടുക്കണം, കാരണം ബ കൽക്കലയുടെ ലെറ്ററാണ്. ഓക്കെ, ബിൽ ഗൈബ് എന്ന് പറഞ്ഞ് നിർത്തുക. കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, വയഖൂലൂന സബ്അതും, സബ്, ബന് സുക്കൂന് വന്നിട്ടുണ്ട്, ബ കൽക്കലയുടെ ലെറ്ററാണ്, അപ്പോൾ ഫുള്ള് സുക്കൂന് കൊടുക്കുക കേട്ടോ. സബ്, സബ്അതും, തൻവീനു ശേഷം വൗ വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ഇത് ആംബ്യന്ന മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. സബ്അതും വസാമിനുഹും, സാന രണ്ടനക്ക നീട്ടണേ. വസാമിനുഹും കൽബുഹും. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, ഖുർറബ്ബി, ഖുർറബ്ബി. ഇവിടെ നോക്കൂ, ലാമിനെ റോയിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിച്ചേർത്ത് ഓതണം. ഖുർറബ്ബി. ഓക്കെ, ലാമിനെ റോയിലേക്ക് കൂട്ടിച്ചേർത്ത് ഇദ്ഗാം ചെയ്ത് ഓതുക കേട്ടോ. ഇദ്ഗാം മുതഖാരിബൈൻ. ഖുർറബ്ബി. ഇവിടെ ഒരു അക്ഷരത്തിൽ മദ്, മറ്റൊരു അക്ഷരത്തിൽ ഹംസ. ഇവിടെ ഏതാണ് നിയമം? മദ് മുൻഫസിലാണ് അല്ലേ, ബന് ശദ്ദയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബി. ബനെ ഒന്ന് കനപ്പിക്കുകയും കൂടെ വേണം കേട്ടോ അവിടെ. ഓക്കെ, അപ്പം നമ്മൾ 4 അനക്കം വരെ നമുക്ക് നീട്ടി ഓതി കൊടുക്കാം. അഅലമു ബിഇദ്ദതിഹിം, അഅലമു ബിഇദ്ദ. ദാലിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, എന്ത് ചെയ്യുക? ഒന്ന് കനപ്പിക്കുക കേട്ടോ. ബിഇദ്ദതിഹിം, മീമിന് ശേഷം മീമു വന്നാൽ, മീമിൻ്റെ നിയമം കേട്ടോ അത്, മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, ഇദ്ദതിഹിം, മീമിൻ്റെ കൂടെ അലിഫും വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടുകയും വേണം കേട്ടോ. യഅലമുഹും, ഹാഫ് സുക്കൂന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഫുൾ സുക്കൂനായി പോവരുത്. യഅലമുഹും. ഇല്ല ഖലീൽ, ഇല്ല, ലാമിന് ശബ്ദയും വന്നിട്ടുണ്ട്, ലാമിൻ്റെ കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. ഇല്ല. ഓക്കെ, ഇല്ല ഖലീൽ, ഖാഫ് ശ്രദ്ധിക്കുക കേട്ടോ, ഖലീൽ. ഓക്കെ, ഇവിടെ നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഖൈലയാണ് വന്നിരിക്കുന്നത്, അവിടെ നിർത്തി ഓതലാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നീട്ടി ഓതി നിർത്താവുന്നതാണ്. ഫല തുമാരി ഫീഹിം, ഫല, ലാമിൻ്റെ ഉള്ളിൽ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതുക കേട്ടോ. ഫല തുമാരി ഫീഹിം, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി ഓതുന്ന യാ മദ്ദും അലിഫ് മദ്ദും ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, തുമാരി ഫീഹിം. ഇല്ല, ലാമിനെ ഒന്ന് നീട്ടുകയും ചെയ്യുക, ഒന്ന് കനപ്പിക്കുകയും ചെയ്യുക, ശ്രദ്ധയും വന്നിട്ടുണ്ട് അല്ലേ. ഇല്ല, മദ്ദും ഉണ്ട്, ശ്രദ്ധയും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടനക്കം നീട്ടുക, ഒന്ന് കനപ്പിക്കുകയും ചെയ്യാം. ഇല്ല മിറോ, ഇവിടെ ഒറ്റ പദത്തിലാണ്
മദ്ദും ഹംസയും ഒറ്റ പദത്തിലാണ് അല്ലെ. മദ്ദിന് ശേഷം ഒറ്റ പദത്തിൽ ഹംസ വന്നാൽ ഇവിടെ എന്തായിരുന്നു നിയമം? മദ് മുത്തസിലാണ്. ഇവിടെ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ്. ഓക്കെ. മിറോ എന്ന് ഉച്ചരിക്കില്ല. ഇവിടെ ഇഖ്ഫ ആണ് വരുന്നത്. എന്ത് ചെയ്യണം? മറച്ചു മണിച്ച് ഓതണം. മിറോ. ഓക്കെ. ഇവിടെ തൻവീനിന് ശേഷം വൗ വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. നിയമം ഏതാ? ഇദ്ഗാം ബിഉന്ന മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ. വല ലാന 2 അനക്കം നീട്ടുക കേട്ടോ. വല തസ്തഫ്തി ഇവിടെയൊക്കെ സുക്കൂന് വന്നിട്ടുണ്ട്. സീനിന്റെ മുകളിലും ഫഇന്റെ മുകളിലും ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. തസ്തഫ്തി ഫീഹിം ഫീ ഫഇനെ യാ മദ് കൊണ്ട് 2 അനക്കം നീട്ടുക കേട്ടോ. ഫീഹിം മിൻഹും മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ. ഫീഹിം മിൻഹും ഹും വ്യക്തമാക്കി ഓതുക കേട്ടോ. മിൻഹും അഹദ ഹ ആണ്. അഹദ എന്ന് ഓതരുത്. അഹദ അലിഫ് വന്നിട്ടുണ്ട് അവസാനത്തിൽ. നീട്ടി 2 അനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.